ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നേരെ വന്നോളൂ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ. ഈ മേളയിൽ ജയിൽ വകുപ്പ് ഒരുക്കിയ സ്റ്റാളുകളിൽ കൗതുക കാഴ്ചകൾ കാണാനായി വലിയ ജനക്കൂട്ടമാണ് ദിവസേന എത്തുന്നത്. വാർത്താശേഖരണത്തിന്റെ ഭാഗമായി പ്രതികളുടെ രംഗങ്ങൾ ചിത്രീകരിക്കാൻ പലപ്പോഴും ജില്ലാ ജയിലിന്റെ മുൻപിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു സംശയമാണ്, ഒരു ദിവസത്തെ ജയിൽ ജീവിതം എങ്ങനെയായിരിക്കും? ആ സംശയത്തിനുള്ള ഉത്തരം തേടുകയാണ് ഇവിടെ. വാ. കോഴിക്കോട് ജില്ലാ ജയിലിന്റെ മാതൃകയിലാണ് എന്റെ കേരളം മേളയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. അകത്തേക്ക് കയറിയാൽ ആദ്യം സ്വാഗതം ചെയ്യുന്നത് പ്രതിയെ തനിച്ചു പാർപ്പിക്കുന്ന സെല്ലാണ്. കൂടാതെ സംസ്ഥാനത്തെ വിവിധ ജയിലുകളുടെ മാതൃകകളും അവയുടെ വിവരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ തൂക്കിലേറ്റുന്നതിനെക്കുറിച്ച് മാതൃക സഹിതം പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകുകയാണ് അസിസ്റ്റന്റ് ജയിൽ ഓഫീസർ മനു കണ്ടോത്ത്. ജയിലിനകത്തെ കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ടറിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ജനങ്ങൾ തിരിച്ചിറങ്ങുന്നത്. ഒരിക്കലും ആരും അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇവിടെ വന്ന് സാറ് പറഞ്ഞു കേട്ടപ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത്. പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായ ജയിൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനു കണ്ടോത്ത് പറയുന്നു. ലഹരി പറയാൻ കാരണം വെച്ചാൽ ഇന്ന് ജയിലറുകൾ വന്ന് നിറയുകയാണ്. ജയിലിൽ ലഹരി കേസുകൾ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 18 അല്ലെങ്കിൽ 19, 25 വയസ്സിൽക്കിടയിലുള്ള കുട്ടികൾ വന്ന് അത്രയും ആൾക്കാർ ദിവസം പ്രതി ജയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി കേസുകൾ ആരും ഇല്ലാതിരിക്കട്ടെ, ഇത് ഒരു കേസിലേക്ക് അവർ വരാതിരിക്കട്ടെ, അതാണല്ലോ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച പടവാളും തോക്കും ഇവിടെ പ്രദർശനത്തിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1976 ജയിൽവാസം അനുഷ്ഠിച്ചതിന്റെ രേഖയും സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് 1966 MP ആയിരുന്നപ്പോൾ ജയിൽ സന്ദർശിച്ചതിന്റെ രേഖയുമെല്ലാം ഇവിടെയുണ്ട്. സ്റ്റാൾ കാണാനെത്തുന്നവർക്ക് ജയിലിനകത്ത് 10-ാം നമ്പർ സെല്ലിൽ തങ്ങാനും അവസരമുണ്ട്. ഞാനിപ്പോൾ കിടക്കുന്നത് ഒറിജിനൽ ജയിലിലല്ല, എന്നിട്ടുകൂടി ഒരു കാലത്തും ജയിലിൽ കിടക്കാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ജയിലിന്റെ കാഴ്ചകൾ കണ്ടപ്പോൾ തോന്നിയത്. ആർക്കും ഒരിക്കലും ജയിലിൽ കിടക്കാൻ ഇടവരാതിരിക്കട്ടെ. ഈ ജയിലിൽ നിന്നും സ്വയം മോചിതനാവുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.